അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും. അതിശൈത്യമായതിനാൽ ചടങ്ങുകൾ പ്രത്യേക മന്ദിരത്തിനകത്താണ് നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഭാരതത്തെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുക. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലെ, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്, ഇലോൺ മസ്ക്, ആമസോൺ മേധാവി ജെഫ് ബെസോസ്, മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് തുടങ്ങി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിദേശ നേതാക്കളെ ക്ഷണിക്കുന്ന പതിവ് നേരത്തെ US-നുണ്ടായിരുന്നില്ല. നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് സ്വാഭാവികമായും പങ്കെടുക്കുക. അതിനാലാണ് ഇത്തവണ ഈ മാറ്റം വരുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഡൊണാൾഡ് ട്രംപ് എല്ലാ അവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഈ പറഞ്ഞ പ്രസിഡന്റായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് മുതൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ രൂപീകരിച്ചതടക്കം പുതിയ മുഖം, അമേരിക്കൻ പ്രസിഡന്റിന് പുതിയ മുഖം. പക്ഷേ അദ്ദേഹം 2ാം തവണയാണ് പ്രസിഡന്റ് ആവുന്നത്. ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റോൾസിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയും ചെയ്യും. 2 ലക്ഷത്തോളം പേർ നഗരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ എത്തുമെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പുറത്തു വരുന്നത്. മാത്രമല്ല 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അത് നമുക്കറിയാവുന്നതാണ്, കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ സംബന്ധിച്ചുമെല്ലാം തന്നെ നിരവധിയായ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുകൾ ഉണ്ടാകുമെന്ന്, വളരെ കൃത്യമായ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അതായത് ബൈഡൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച പല തെറ്റായ തീരുമാനങ്ങളും പിൻവലിക്കുന്നതുൾപ്പെടെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നു. അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇന്നും നാളെയുമായി പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓഫീസിലെത്തിയ ആദ്യ ദിനം തന്നെ അദ്ദേഹം നടപ്പാക്കുന്ന നിരവധി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുടിയേറ്റക്കാരുടെ വിഷയം. അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് അവിടെ പൗരത്വം നൽകുന്ന വിഷയം, അതായത് അനധികൃത കുടിയേറ്റക്കാരെന്നല്ല, അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ കഴിയുന്നവരുടെ അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമം റദ്ദാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും നികുതി ചുമത്തുക, അത്തരത്തിലുള്ള നിരവധിയായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷേ ഇതെല്ലാം തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ, അതായത് ഈ 20നും 21നും ഉള്ളിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറത്തു വരുമെന്നാണ് പറയുന്നത്. അത് അമേരിക്കയെ സമഗ്രമായി മാറ്റിമറിക്കുന്നതിനുള്ള ഒരു നീക്കം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നാളിതുവരെ അമേരിക്ക തുടർന്നു പോന്നിരുന്ന പല നയങ്ങളും പൊളിച്ചെഴുതുന്ന ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് തീവ്രവാദ വിരുദ്ധ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാട് അതിശക്തമായി നടപ്പാക്കുന്നതിനുള്ള കൃത്യമായ നീക്കങ്ങൾ, പല്ലും നഖവുമുള്ള നിയമങ്ങളുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൽ നടന്ന ന്യൂനപക്ഷ പീഡനത്തിനെതിരെ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന വിഷയങ്ങൾ, ലോകമെമ്പാടും നടക്കുന്ന വിഷയങ്ങൾ, പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ ഭാരതത്തിന് വളരെയധികം അനുകൂലമായ നിലപാടുകൾ ട്രംപ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഓരോ രാജ്യങ്ങളും, ഭാരതം മാത്രമല്ല ഓരോ രാജ്യങ്ങളും തങ്ങൾക്ക് അമേരിക്കയുമായി പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെയെല്ലാം തന്നെ നിലനിർത്തുന്നതിന് കർശനമായ ആശയാടിത്തറകളുള്ള നിലപാടുകൾ സ്വീകരിക്കും ട്രംപ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം നീക്കങ്ങൾ കൃത്യമായി ഉണ്ടാകുമെന്ന് തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ അറിയിപ്പുകളുണ്ടായിരുന്നു. ടോം ഹോമൻ എന്ന് പറയുന്ന ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ട്രംപിൻ്റെ ടീമിലെ വ്യക്തി ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. 21-ാം തീയതി, അതായത് നാളെ, ഈ അനധികൃത കുടിയേറ്റക്കാരുടെ റെയ്ഡ് നടക്കുമെന്നാണ് അറിയിച്ചത്. അത് കൃത്യമായ റെയ്ഡുകൾക്ക് തയ്യാറായിരിക്കുക. കസ്റ്റംസിൻ്റെയും അതുപോലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായി ഈ നീക്കങ്ങൾ നടത്തുമെന്ന് വളരെ കൃത്യമായി ആ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന വിഭാഗം നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒന്നൊന്നായുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭരണം സംബന്ധിച്ച പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകും. അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ മേഖലകളിലും ഭാരതീയ വംശജർ ഉൾപ്പെടെയുള്ള വലിയൊരു ടീം അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്നു മുതൽ അമേരിക്കയുടെ മാറ്റങ്ങൾക്ക് സാക്ഷിയാകാൻ ലോകം തയ്യാറായിരിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടിയേറ്റക്കാരുടെ വിഷയവും അമേരിക്കയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ചില നിലപാടുകൾ കൊണ്ട് അമേരിക്കയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് അധികാരത്തിലേറുകയാണ് അദ്ദേഹം. വൈറ്റ് ഹൗസിലെത്തുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നിലപാടുകൾ, തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ,
അതുപോലെ തന്നെ ലോകത്തെ കൃത്യമായ ഒരു ദിശാബോധത്തിലേക്ക് നയിക്കുന്നതിനുള്ള നിലപാടുകൾ, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിലപാടുകൾ, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ നടപ്പാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, പുതിയ മുഖം സ്വീകരിക്കുകയാണ് അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നതോടെ അത്തരത്തിലുള്ള പുതിയ നയസമീപനങ്ങളും പുതിയ മാറ്റങ്ങളും ഒക്കെ തന്നെ അമേരിക്കയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും.